പൊതുസമൂഹത്തിൽ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നതും പൊതുസമൂഹത്തിൻ്റെ പുതുതലമുറയിലേക്കും മറ്റൊരു സന്ദേശം എത്തുന്നുണ്ട്. അതൊരു പക്ഷേ ലോകം മുഴുവൻ ഉണ്ടായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിരിക്കാം. വഴിതെറ്റി അല്ലെങ്കിൽ തീവ്രമായ ആശയങ്ങളിലേക്ക് പോകുന്ന ഒരു ലോകം ഉണ്ടായി വരുന്നു. അതിൻ്റെ മനഃശാസ്ത്രമാണ് ഞാൻ പ്രധാനമായി എടുത്തത്. എന്തുകൊണ്ട് അങ്ങനൊരു ചിന്താഗതികളിലേക്ക് പോകുന്നു എന്നുള്ളത്. അത് മറികടക്കുവാൻ വേണ്ടി അല്ലെ അതിനെ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി കഴിയുന്ന ഒരു ചിന്താധാര ഉണ്ടാക്കിയെടുക്കേണ്ടത്, ബദലായി അത്തരമൊരു ചിന്താധാര ഉണ്ടാക്കിയെടുക്കേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഈ ചർച്ചയിൽ രസകരമായ മലയാളി നേരിട്ട അനുഭവങ്ങൾ പറഞ്ഞിട്ട് പോവാം. ഈ മലയാളി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കലാരൂപങ്ങളാണ്. ഒന്ന് ഖസാക്കിൻ്റെ ഇതിഹാസം, ഒ വി വിജയൻ്റെ നോവലും, മറ്റൊന്ന് ഇപ്പോൾ 25 കൊല്ലം കഴിഞ്ഞ സന്ദേശം എന്ന് പറയുന്ന സിനിമയും. അതിൽ ഈ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ ഒരു രംഗം, രവി എന്ന് പറയുന്ന പ്രോട്ടഗോണിസ്റ്റ് ഈ 3 ചിത്രങ്ങൾ അയാളുടെ ഞാറ്റുപുരയിൽ തൂക്കുന്നുണ്ട്. അതിലൊരു ചിത്രം ഹനുമൽ സ്വാമിയുടേതും, മറ്റൊന്ന് സ്റ്റാലിൻ്റേതും, മൂന്നാമത് ഹിറ്റ്ലറിൻ്റെ ചിത്രമാണ്. 1968 എൻ്റെ അറിവിൽ അദ്ദേഹം തൂക്കുന്നത്. ഈ 1992 പുറത്തു വന്ന 91 പുറത്തു വന്ന സന്ദേശത്തിൽ പോളണ്ടിനെ കുറിച്ച് പറയാൻ നീയാരടാ എന്ന് ചോദിച്ച് ഇപ്പോൾ തിരിച്ചടിക്കാൻ നിൽക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസ് ആണ്. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഇന്ത്യക്ക് വെളിയിലുള്ള 2 അനുഭവങ്ങളാണ്. ഒന്ന് ഹിറ്റ്ലറും മറ്റൊന്ന് പോളണ്ടും. പക്ഷേ ഇത് അന്ന് തീപിടിച്ച ചർച്ചകൾക്ക് കാരണമായി തീരാൻ സാധ്യതയുള്ള 2 വിഷയങ്ങളായിരുന്നു. പക്ഷേ അന്ന് മലയാളി അതിനെ ഒരു തമാശയുടെ മട്ടിലാണ് കൈകാര്യം ചെയ്തതെങ്കിൽ ഇന്ന് ഇപ്പോൾ തമാശകൾ വരുന്നുണ്ട്. പക്ഷേ ഒസാമ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളിങ്ങനെ വൈബ്രൻ്റായി തീരുന്ന ഒരു സാഹചര്യം. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, മലയാളി ഒരു ഗ്ലോബലൈസ്ഡ് ആയി തീർന്ന മാനസികാവസ്ഥയിൽ ജീവിച്ചിരിക്കുക. അതുകൊണ്ട് മലയാളിയുടെ പ്രശ്നങ്ങളല്ല മലയാളിയെ ചിലപ്പോൾ വലുതായിട്ട് സ്വാധീനിക്കുന്നത്. സദ്ദാം ഹുസൈൻ തൂക്കിലേറ്റപ്പെട്ട സന്ദർഭത്തിൽ എല്ലാ നാട്ടിലും ഇങ്ങനെ ജാഥകൾ, പ്രശ്നങ്ങൾ. അപ്പോൾ വന്ന ചില ആക്ഷേപങ്ങളുണ്ട്. സദ്ദാമിനെതിരെ പ്രതികരിക്കാൻ ആളുണ്ട്, 1 കിലോ അരിക്കെതിരെ. അതും ഒരു സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സത്യൻ അന്തിക്കാണ്ട് തന്നെ സിനിമയിലാണ്. ഈ മാഷ് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഇത് വിശ്വാസം ഏത് ലിമിറ്റ് വരെയാണ് പോകുന്നത്, എവിടം വരെയാണ്. ഇപ്പോൾ ISISൻ്റെ എംബ്ലം എന്ന് പറയുന്നത് അള്ളാഹു, റസൂൽ, മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ ഉപയോഗിച്ചിരുന്ന ഒരു എംബ്ലമാണ്. പ്രവാചകൻ ഈ എംബ്ലം ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുള്ള ഒരു ചിത്രം, അദ്ദേഹം നേഗസ് എന്ന് പറയുന്ന എത്തോപ്യയിലെ രാജാവിന് അയച്ച ഒരു ലെറ്ററിൻ്റെ അടിയിൽ ഇത് സീൽ ചെയ്തിട്ടുണ്ട്. അള്ളാഹു, റസൂൽ, മുഹമ്മദ്. അതായത് അള്ളാഹു ആണ് ആരാധന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുകളിൽ എഴുതും. അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകനാണ് മുഹമ്മദ്, ആ സീലാണ് ഈ സാധനം. ഈ എത്തോപ്യയിലെ നേഗസ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ രാജാവിന് മുഹമ്മദ് അഡ്രസ്സ് ചെയ്യുന്നത് തന്നെ, സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വളരെ പൊയറ്റിക്കായിട്ടാണ്. അദ്ദേഹം പറയുന്നത്, എൻ്റെ ഈസാ നബിയുടെ പരമ്പരയിൽപ്പെട്ട എൻ്റെ സഹോദരനായ നേഗസെ, ഈ പറയുന്ന മനഃശാസ്ത്രമാണ് പ്രവാചകൻ മുഹമ്മദിൻ്റേതെങ്കിൽ ISൻ്റെ മനഃശാസ്ത്രം അതല്ല. അവർ ക്രിസ്ത്യാനിറ്റിയെയും യഹൂദ മതത്തെ, യഹൂദൻ എന്ന് പറഞ്ഞാൽ മൂസയുടെ പരമ്പരയിൽപ്പെട്ടവരാണ്. ഈ പ്രവാചക പരമ്പര മുഴുവൻ സെമറ്റിക് പരമ്പരകളിൽ ഒന്നാണ്. പക്ഷേ ISൻ്റെ പൊളിറ്റിക്സ് അങ്ങനല്ല. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴാണ്, മനഃശാസ്ത്രപരമായി പരിശോധിക്കുമ്പോൾ ശരിയാണ്. ഒരുപക്ഷെ ലോക ടെററിസത്തിൻ്റെ പിതാവ് എന്ന് തന്നെ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒസാമ ബിൻ ലാദൻ, അദ്ദേഹത്തിൻ്റെ പിതാവ്, അദ്ദേഹത്തിൻ്റെ അമ്മ ഇയാളെ പ്രസവിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ അമ്മയെ തൊലാക്കിയില്ല. എന്നിട്ട് അദ്ദേഹം വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ച് അതിൽ 4 കുഞ്ഞുങ്ങൾ. ആ അമ്മ നഷ്ടപ്പെട്ട ഒരു മാനസികാവസ്ഥയിൽ ജീവിച്ച മനുഷ്യനാണ്. ഇത് ടെററിസം ഒരു ചില്ലറ പണിയല്ല നമ്മൾ മനസ്സിലാക്കുന്ന പെൻറ്റഗൺ ഇടിച്ചു തകർത്ത സമയത്താണല്ലോ. ഇതൊന്നും ഈ മണ്ടന്മാരല്ല ഇടിക്കുന്നത്. ഒരു വിമാനത്തെ ഇത്ര വേഗതയിൽ ഇടിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സന്നാഹത്തിൻ്റെ മണ്ടയിൽ ഇടിച്ച് കയറ്റണമെങ്കിൽ ഇവരൊന്നും മണ്ടന്മാരോ അല്പബുദ്ധി ഉള്ളവരോ അല്ല. അവിടെയാണ് എനിക്കൊരു പോയിന്റ് പറയാനുള്ളത്. ഇപ്പോൾ ഈ നമ്മുടെ ഇതേ ഉണ്ടല്ലോ, സാക്കിർ നായിക്, അദ്ദേഹത്തിൻ്റെ ഡിസ്കഷനുമായിട്ട് ഇതിനൊരു ബന്ധമുണ്ട്. അതായത് ഇവർ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഈ റാഷണലിസത്തെ മെറ്റീരിയലിസത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ഇതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് ധരിക്കുകയും, വിശ്വാസമാണ് എല്ലാം, അതിപ്പം പറഞ്ഞതുപോലെ ജിഹാദിലേക്ക് പോകുക, അള്ളാഹിൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള മാർഗം കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു പോയിന്റിൽ വെച്ച് ഇവർ തിരിയുന്നുണ്ട്. ഈ സയൻസിനോടുള്ള, പൊളിറ്റിക്സിനോടുള്ള ഇവരുടെ അവിശ്വാസവും അള്ളാഹുവിനോടുള്ള ഒരു ഭ്രാന്തമായ ഉന്മാദവുമാണ് ഇവരെ ഇത്തരത്തിൽ നയിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പുതിയ തലമുറ കൂടുതലായിട്ട് ഇതിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത്. ISലേക്ക് അവർ പോയോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ അവിടെ നിൽക്കട്ടെ. അത് ഞാൻ അഷ്റഫിൻ്റെ വാക്കിലെടുക്കുകയാണ്. അതിനകത്ത് ഒരു തീരുമാനമെത്താത്ത കാര്യത്തിലേക്ക് അതാകാമെന്ന്. എന്നാൽ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇത്തരം ചിന്താധാരകൾ കൂടുതലായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെയും കേരള രാഷ്ട്രീയത്തിൻ്റെയും ഒരു പരാജയമാണെന്ന വിലയിരുത്തലുണ്ട്. കാരണം മത തീവ്രവാദങ്ങളിലേക്ക്, രാജ്യത്തിൻ്റെ ബഹുസ്വരതയിലേക്ക് പോകാതെ അതിൻ്റെ സങ്കുചിതയിലേക്ക്, ഏതെങ്കിലും മതത്തിൻ്റെയോ ചിന്താഗതിയുടെയോ സങ്കുചിതയിലേക്ക് മാത്രം പോവുകയും ആ ബഹുസ്വരതയിലേക്ക് കടന്നു വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി രൂപപ്പെട്ടു വരുന്നു. വെറുമൊരു തീവ്രവാദത്തിൽ മാത്രം
നമുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിനോടുള്ള വാദമായിട്ട് മാത്രം നമുക്കത് കണക്കാക്കാൻ കഴിയില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ IS പോലെയുള്ള അതുപോലെ ഒരുപാട് തീവ്രവാദ പ്രവർത്തനങ്ങളും ഭീകരവാദം എന്നൊക്കെ പല പേരിട്ട് വിളിക്കുന്ന 120ഓളം കുട്ടികളെ സ്കൂളിൽ കയറി വെടിവെച്ച് കൊന്ന ആളുകളൊക്കെ നമുക്ക് കണ്ടതാണ്. ഇതേ സംഗതി ഇത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു രാജ്യങ്ങളിലൊക്കെ തന്നെ നടക്കുന്ന, ഈവൻ യൂറോപ്പിലും US-ലടക്കം ഉണ്ട്. മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ബീഫിൻ്റെ പേരിൽ അഖലാഖിനെ കൊന്നത് നമുക്കറിയാം. ഇത് തന്നെ നോർത്ത് ഈസ്റ്റുകാരോട് കാണിക്കുന്ന വിവേചനം, ഡൽഹിയിലൊക്കെ തന്നെ തല്ലിക്കൊല്ലുകയും അതുപോലെ തന്നെ അവരെ പാടെ ആ രീതിയിൽ തിരസ്കരിക്കുകയും അംഗീകരിക്കാൻ കഴിയാത്ത വ്യത്യസ്തമായ കൾച്ചറിനോടും വ്യത്യസ്തമായ ജീവിത രീതി വെച്ച് പുലർത്തുന്നവരെയും അംഗീകരിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു ഇൻടോളറൻറ്റ് മെൻറ്റാലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഇത് ഉണ്ടാവുന്നതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അത് ഒരു തരത്തിലുള്ള അട്ടർ ഫ്രസ്ട്രേഷനാണ്. ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നത് ചിലപ്പോൾ നമ്മൾ ജനിച്ചു വീണ കുടുംബത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയും അസമത്വങ്ങളും ആയിരിക്കാം. ഇങ്ങനെ പല പല റീസൺസാണ്. ഈ ഡിസ്കണ്ടൻറ്റിനെ ഈ ഫ്രസ്ട്രേഷനെ റിലീജിയസ് ആയിട്ടുള്ള ഫണ്ടമെൻ്റലിസ്റ്റുകൾ ഉപയോഗിക്കുകയാണ്, അതുപോലെ കാസ്റ്റീസ്റ്റ് ആയിട്ടുള്ള സമൂഹം ഉപയോഗിക്കുകയാണ്. അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മൾ ബുക്കും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളും മാത്രമായി മാറുകയാണ്. പിന്നെ ഹൈലി കോമ്പറ്റിറ്റീവാണ്. നമ്മൾ കോമ്പിറ്റൻസിന് വേണ്ടിയിട്ടാണ്, മത്സര അധിഷ്ഠിതമാകുമ്പോൾ നമ്മൾ സൊസൈറ്റിയെയും നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തെ മറക്കുകയാണ്. അപ്പോൾ നമ്മളിലേക്ക് തന്നെ മാറുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ പല കാര്യങ്ങളാണ് നമ്മുടെ സൈക്കോളജി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്താണ് നാട്ടിൽ നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും ജോലി കിട്ടുന്നില്ല. ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ അഴിമതിയാണ്, നമ്മളെ വേണ്ട രീതിയിൽ എടുക്കുന്നില്ല. ഈവൻ പൊളിറ്റിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ യുവാക്കളാവുന്ന സമയത്ത് അവിടെയും നമുക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്പേസ് ഇല്ലാത്ത സമൂഹത്തിലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ചില സ്ഥാപിത താല്പര്യക്കാർ, ഏത് റിലീജിയൻ ആയാലും ഏത് സമൂഹമായാലും അവരെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു സൈക്കോളജി ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സാമൂഹ്യ സാഹചര്യമാണ്, സാമ്പത്തിക സാഹചര്യമാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത് ദ കോർ റീസൺ.